നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവ്യേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരാഹി അമ്മയുടെ ഒരു അത്ഭുത വഴിപാടിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതെ നമ്മളെ ചതിച്ചിട്ട് പോയവർ ആ പണം വന്നു ചേർന്നിട്ടില്ല. നമുക്ക് അത് വന്നു ചേരാനും, അതുപോലെ തന്നെ സ്വർണം വാങ്ങിയിട്ട് തരുന്നതേ ഇല്ല, എത്ര ചോദിച്ചിട്ടും തരുന്നില്ല. അവരുടെ ആവശ്യത്തിന് നമ്മൾ കൊടുത്തിട്ടും അവരത് തിരിച്ച് നമുക്ക് ചോദിച്ച സമയത്തിന് തരുന്നില്ല. എനിക്ക് വരാനുള്ള സ്വത്ത് എന്നിൽ നിന്നും അപഹരിച്ചെടുത്തു. അതായത് എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം തന്നെ എൻ്റെ കൂടെ വിശ്വാസപൂർവ്വം നിന്നിട്ട് എന്നെ വിശ്വാസവഞ്ചന ചെയ്ത് സ്വത്ത് അപഹരിച്ചെടുത്തു. എൻ്റെ വീട് പോയി, വസ്തു പോയി, എല്ലാം പോയി എന്ന് കരഞ്ഞ് നിൽക്കുന്നവർക്കും ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇനി എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഗതിയില്ലാതെ അവരിങ്ങനെ പരക്കം പായുന്ന ഒരു സിറ്റുവേഷനിൽ ഈ വഴിപാട് ചെയ്ത് വരാഹി അമ്മയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള അവസരം അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. ഒരു അത്ഭുത സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാൻ അമ്മ നിങ്ങളെ സഹായിക്കുന്നതാണ്. അത്യധികം ശക്തിയുള്ള ഒരു വഴിപാടാണിത്. ഈ വഴിപാട് ചെയ്യാനായിട്ട് മുഖ്യമായി വേണ്ടത് ഒരു പൂവാണ്. അത് ഏത് പൂവാണെന്നാല് ഒറ്റ അടുക്കിന്റെ ചുവന്ന ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവ് വെച്ച് വഴിപാട് നടത്തിയ ഒരു വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വഴിപാട് ചെയ്ത് നോക്കി നിറയെ പേർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്ന് കമന്റ്സിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെയും എന്നെ അറിയിച്ചതിൽ വളരെ സന്തോഷം. എല്ലാം വരാഹി അമ്മയുടെ അനുഗ്രഹത്താലെയാണ്. ചെമ്പരത്തിപ്പൂവ് കിട്ടുന്നവരെല്ലാം ഈ വഴിപാട് ചെയ്യാൻ ശ്രമിക്കണം. നഷ്ടപ്പെട്ട കാശ്, സാധനങ്ങൾ എന്നിവ തിരിച്ചു കിട്ടാൻ നമ്മൾ ചെയ്യുന്ന വഴിപാടാണിത്. അതിനാല് മാക്സിമം ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്യേണ്ട സമയം എന്നാല് രാവിലെ 6-നും 7-നും ഇടയ്ക്ക്, 6 AM to 7 AM. അത് പറ്റാത്തവർക്ക് രാത്രി 11-നും 12-നും ഇടയ്ക്കും, 11 to 12 ഈ സമയത്ത് വേണം ചെയ്യാനായിട്ട്. സമയം മാറാൻ പാടില്ല. ഈ സമയമാണ് ചെയ്യേണ്ടത്. ഒരേ ഒരു പൂവ് മതി, ഒരു വീടിന് ഒരു പൂവ് മതി. എന്നാല് നമ്മളിപ്പോൾ ജോലി സംബന്ധമായ ആവശ്യമായിട്ട് വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത്, നമുക്കൊരു കുടുംബമുണ്ട്, എന്നാൽ ആ വീടിന് അവരും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാല് അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു പൂ വെച്ച് ചെയ്തോളാം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഒരു പൂ എടുക്കുക. അപ്പോൾ 2 പൂ വെച്ച് ചെയ്യുന്നതിൽ അവരവരുടെ കുടുംബത്തിന് സെപ്പറേറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സെപ്പറേറ്റ് ചെയ്യുക. അതിലൊരു തെറ്റുമില്ല. ഇതിനായിട്ട് വേണ്ടത് 5 ഇതളുകളുള്ള ഒറ്റ അടുക്കിന്റെ ചുവന്ന ചെമ്പരത്തിപ്പൂവാണ്. ഇത് തന്നെ വേണം. 5 ഇതള് ഒറ്റ അടുക്കിന്റെ നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവ്. ഇതൊന്ന് എടുക്കുക. നല്ല ഫ്രഷ് ആയിരിക്കണം. പറിച്ച ഉടനെ വെള്ളത്തിൽ ഇട്ട് വെച്ചോളൂ, ഇല്ലെങ്കിൽ ഒരു കവറിൽ വെച്ച് വെള്ളം തളിച്ചിട്ട് സൂക്ഷിക്കുക. നന്നായിരിക്കും. കാരണം രാത്രി ചെയ്യുന്നവർക്ക് ഇത് വാടിപ്പോകാതിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. വാടിപ്പോയതോ ഇതളറ്റുപോയതോ ഡാമേജ് വന്നതായിട്ടുള്ള ഒന്നും ഉപയോഗിക്കരുത്. ഈ വഴിപാട് ചെയ്യാനായിട്ട് വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും വേണമെന്നില്ല. അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും ഇല്ലാത്തവര് ഒരു മൺചിരാതെടുത്ത് അതിൽ ദീപം കത്തിച്ച് അമ്മയായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് ഒരു ചെമ്പരത്തിപ്പൂവ് എടുത്തോളൂ. ചെമ്പരത്തിപ്പൂവിന് ധനാകർഷണ ശക്തി വളരെ വലുതാണ്. അതുപോലെ തന്നെ ചുവന്ന പൂക്കൾക്കും വട്ടത്തിൽ ഇലയുള്ള ചെടികളിൽ നിന്നുള്ള പൂക്കൾക്കും പണത്തിനെ അട്രാക്ട് ചെയ്യാനുള്ള ശക്തി വളരെ അധികമുണ്ട്, കൂടുതലാണ്. ചെമ്പരത്തിപ്പൂവിന്റെ മാഹാത്മ്യത്തെ പറ്റി നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് അറിയാം, ഇല്ലാത്തവരൊന്ന് പോയി കാണുക. ഈ ഒറ്റ അടുക്കിന്റെ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവിനെ തങ്കഭസ്മം എന്നാണ് അറിയപ്പെടുന്നത്. സിദ്ധന്മാർ ഇതിന് വച്ചിരിക്കുന്ന പേരാണ്. നിറയെ ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. അതിനാലാണ് തങ്കഭസ്മം എന്ന പേര് സിദ്ധന്മാർ ഇതിന് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വെച്ചാല് വീട്ടിൽ വരുന്ന കൺദൃഷ്ടി എല്ലാം നീങ്ങും, വാസ്തുദോഷങ്ങൾ എല്ലാം മാറിക്കിട്ടും. എന്നാൽ ചില പേർ പറയുന്നത് എൻ്റെ വീട്ടില് ഞാൻ ചെമ്പരത്തി
വെച്ചിട്ടുണ്ട്. അതിൽ ധാരാളം പൂവ്, 50 പൂവ്, 100 പൂവ് എല്ലാം പൂക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. അതെന്തെന്നാല് നിങ്ങളുടെ വീട്ടോടെ വാസ്തു, പിന്നെ വീട്ടിലിരിക്കുന്നവരുടെ മനോനില, അങ്ങനെ നിറയെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പൂച്ചെടി വളർത്തുന്നത് നല്ലതാണ്. എന്നാൽ ഒരു പൂച്ചെടി കൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവനും നന്നായി ജീവിക്കും, പണം കുമിഞ്ഞുകൂടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിന് നല്ലത്. സോ ഈ ചെമ്പരത്തിപ്പൂവ് ദിവസവും പറിച്ച് പൂജാ റൂമിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം ഏത് ദൈവത്തിനോട് ചോദിച്ചാലും അത് നിശ്ചയമായും കിട്ടും. അത് നടന്നിരിക്കും. മാത്രമല്ല, ചെമ്പരത്തിപ്പൂവ് വിനായകർക്ക് വഴിപാടിനെടുത്താലും നമ്മൾ ചോദിക്കുന്ന വരം വിനായക ഭഗവാൻ നമുക്ക് തരുന്നതാണ്. വിനായകർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഇനി ഈ വഴിപാട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ പൂവിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട 2 വസ്തുക്കൾ കൂടെ ഉണ്ട്. അവ എന്തൊക്കെയെന്നാല്, ഒന്ന് ഏലയ്ക്ക. മഹാലക്ഷ്മി കടാക്ഷമുള്ള വസ്തുവാണ് ഏലയ്ക്ക. നാരായണ സ്വാമിക്കും ഇഷ്ടപ്പെട്ട വസ്തു. അതുപോലെ തന്നെ ധനാകർഷണത്തിന് നല്ല ഒരു ഫലം കൊടുക്കുന്ന വസ്തുവാണ് ഏലക്കായ. ഏലക്കായുടെ വാസന എവിടെയെല്ലാം ഇരിക്കുന്നുവോ അവിടെയെല്ലാം ധനാകർഷണ ശക്തി താനെ വന്ന് ചേരും. നമ്മൾ ഇത് വച്ച് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാം വന്നു ചേരും. അടുത്ത് വേണ്ടത് പച്ചകർപ്പൂരമാണ്. 1 കഷ്ണം പച്ചകർപ്പൂരം. ഈ 2 വസ്തുക്കൾ നിങ്ങൾ പണം വയ്ക്കുന്ന ഇടത്തിലോ അതല്ല സ്വർണം, ഡോക്യുമെന്റ്സ് എന്നിവ വയ്ക്കുന്ന ഇടത്തിലോ വച്ചാല് അത് മാത്രം മതി പണം വർദ്ധിക്കാനും. ഡോക്യുമെന്റ്സ്, ഇപ്പോൾ 1 ഡോക്യുമെന്റ് ഇരുന്നാൽ അത് 2 ഡോക്യുമെന്റായി വർദ്ധിക്കാനും. എന്ന് വെച്ചാൽ ഒരിടത്ത് വസ്തു വാങ്ങിച്ചു, 1 ഡോക്യുമെന്റ് വെച്ചിരിക്കുന്നു. ഈ 2 പൊരുൾകൾ നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ കൂടെ ചേർത്ത് വെച്ചാൽ 1 ഡോക്യുമെന്റ് എന്നുള്ളത് 2 ഡോക്യുമെന്റായി തീർച്ചയായും മാറുന്നതാണ്. മാത്രമല്ല, ഇരിക്കുന്ന ഡോക്യുമെന്റ് നഷ്ടപ്പെടുകയുമില്ല. നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾ വസ്തു വാങ്ങി വെച്ചിരിക്കുന്ന വസ്തു വിൽക്കാൻ പോകുന്നില്ല എന്നർത്ഥം. നിങ്ങളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകില്ല. 1 ഏലയ്ക്ക, 1 പച്ചകർപ്പൂരം, 1 ചെമ്പരത്തിപ്പൂവ്. ഇത് മാത്രം മതി ഈ വഴിപാടിന്. ഇവ രണ്ടും ചെമ്പരത്തിപ്പൂവോട് ചേർത്ത് വയ്ക്കണം. അത് എങ്ങനെ ചെയ്യണമെന്നാൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇത് മാത്രം നിങ്ങൾ റെഡിയാക്കിയാൽ മതി. വീട്ടിലിരിക്കുന്ന ഏലക്കായും പച്ചക്കർപ്പൂരവും എടുക്കാം. ഇല്ലാത്തവര് കടയിൽ നിന്ന് വാങ്ങുക. അങ്ങാടി കടയിൽ നിന്ന് പച്ചക്കർപ്പൂരം വാങ്ങാൻ കിട്ടും. ഏലക്ക എല്ലാ കടയിലും കിട്ടുന്നതാണ്. പച്ചക്കർപ്പൂരം തന്നെ എടുക്കണം, സാധാരണ കർപ്പൂരം എടുക്കരുത്. രണ്ടും നല്ല ഫ്രഷ് ആയിരിക്കണം. ഇതിന്റെ വാസന നമ്മൾ ഇരിക്കുന്ന ഇടത്തിന് ഫീൽ ആകണം. ഇപ്പോൾ ചെമ്പരത്തി പൂവിൽ നിന്ന് അതിന്റെ പച്ച നിറത്തിലുള്ള കാമ്പ് അടർത്തിയെടുത്തു. എന്നിട്ട് ഉള്ളില് 1 ഏലക്ക വയ്ക്കണം. കൂടെ പച്ചക്കർപ്പൂരവും വയ്ക്കുക. ഈ ചെമ്പരത്തിപ്പൂവില് പച്ചക്കർപ്പൂരവും ഏലക്കായും ഈ 2 വസ്തുക്കളും ചേരുമ്പോൾ ഒരു ധന ആകർഷണത്തെ കൊണ്ടുവരും. ന്യായമായ രീതിയിൽ നിങ്ങൾക്ക് വരവേണ്ടിയ പണം കൃത്യമായും വന്നു ചേർന്നിരിക്കും. അത് എവിടെ ഇരുന്നാലും അത് പൂവ് എടുത്തുകൊണ്ടുവന്ന് നമുക്ക് തരുന്നത് പോലെ കൊണ്ടുവന്ന് തന്നിരിക്കും. അത് ചെയ്തിട്ടേ പൂവ് വേറെ ഒരു ജോലി ചെയ്യൂ എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ ഒറ്റയടിക്കിന്റെ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി പൂവിന് അത്രയ്ക്കും ശക്തിയുണ്ട്. അതിന്റെ കൂടെ ഈ 2 വസ്തുക്കൾ കൂടെ വെക്കുമ്പോൾ ഈ ശക്തി ഇരട്ടിക്കും. ഇനി ഇത് മടക്കിയിട്ട് ഒരു നൂല് വെച്ച് കെട്ടണം. അത് വെള്ള നൂലോ മഞ്ഞ നൂലോ ചുവന്ന നൂലോ എടുക്കാവുന്നതാണ്. കെട്ടിയിട്ട് ഇത് വരാഹി അമ്മയുടെ ഫോട്ടോ ഉള്ളവര് ഫോട്ടോയ്ക്ക് മുന്നേ വെക്കുക. ഇല്ല എങ്കിൽ വിളക്കിന്റെ അടുത്ത് വെക്കുക. ഇത് 5 ദിവസം ദേവിയുടെ പാദത്തിൽ തന്നെ ഇരിക്കണം. 6ാമത്തെ ദിവസം രാവിലെ വെളുപ്പിനെ തന്നെ എടുത്ത് കാൽപ്പെടാത്ത ഇടത്തിൽ കളയുക. ഇത് നോക്കൂ, ലൂസായിട്ട് വേണം കെട്ടേണ്ടത്. നല്ല അഴകായിരിക്കുന്നില്ലേ? കെട്ടി നല്ല അഴകായിട്ട് വെച്ചു. ഇനി ദേവിയുടെ കാൽപാദത്തിൽ വെക്കാം. വെറും തറയിൽ വയ്ക്കരുത്. ഒരു തട്ടിലോ വെറ്റിലയിലോ ആണ് വയ്ക്കേണ്ടത്. ഞാനിവിടെ ചുവന്ന നൂലിട്ടാണ് കെട്ടിയിരിക്കുന്നത്. വയ്ക്കണതിന് മുന്നേ തന്നെ ഈ പൂവ് എടുത്തിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ വെക്കുക. വലത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ച് വിരലടച്ച് വെക്കുക. നിങ്ങൾക്ക് പണസംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെ ഇരിക്കുന്നു അതെല്ലാം നിങ്ങൾ വരാഹി അമ്മയോട് പ്രാർത്ഥിക്കണം. കഷ്ടങ്ങളെല്ലാം പറയുക. അമ്മയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇത്രയും പണം എനിക്ക് വന്നു ചേരാനുണ്ട്. എന്നിൽ നിന്ന് കടം വാങ്ങിയവര് എനിക്ക് പണം തിരിച്ചു തരാനായിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക.
പിന്നെ ഒരു ചിട്ടി വരാനുണ്ട്, അടുത്ത ചിട്ടി എനിക്ക് തന്നെ വരണം, അതിന് അമ്മ എന്നെ സഹായിക്കണം. പിന്നെ കുറച്ച് സ്വർണം ബന്ധു വാങ്ങിയിട്ട് പോയി, അവരുടെ മനസ്സ് മാറി എനിക്കത് പെട്ടെന്ന് തന്നെ എടുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇരിക്കുന്നുവോ അതെല്ലാം അമ്മയോട് പ്രാർത്ഥിക്കുക. എന്താണ് പണം എന്ന് മാത്രം പറയുന്നതെന്നാൽ എല്ലാവർക്കും പണമാണ് പ്രധാന പ്രശ്നം. അതുപോലെ ആരോഗ്യവും ഒത്തിരി മുഖ്യമാണ്. ഏതാണ് അധികം വേണ്ടത് അത് പ്രാർത്ഥിക്കുക. ബന്ധങ്ങള്, പണം, ആരോഗ്യം ഏത് വേണമെങ്കിലും വരാഹിയമ്മയോട് ചോദിക്കാം. ഈ 3 വസ്തുക്കൾ ഒന്നായി ചേർക്കുമ്പോൾ എന്തു ചോദിക്കുന്നുവോ അതെല്ലാം വരാഹിയമ്മ നിങ്ങൾക്ക് നൽകുന്നതാണ്, നിശ്ചയമായും നടക്കുന്നതാണ്. ഈ വഴിപാട് എല്ലാവരും ചെയ്തു നോക്കുക. മനസ്സുരുകി അമ്മയോട് സത്യസന്ധമായി പ്രാർത്ഥിക്കുക. കൃത്യമായി നടന്നിരിക്കും. എല്ലാവരും ഈ വഴിപാട് ചെയ്തു നോക്കുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പക്കത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.